ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് തായ്ലൻഡിലെ പട്ടായയിലുള്ള നൂനൂക്സ് വില്ലേജ് ഗാർഡനിലാണ്. ഇതൊരു മനോഹരമായിട്ടുള്ള ഗാർഡനാണ് കേട്ടോ. ഞാൻ നാട്ടിൽ നിന്ന് പോകുന്നേക്കാൾ മുമ്പ് നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ ഇങ്ങനെ ഒരു ഗാർഡനിൽ പോകുന്നുണ്ട്, മാക്സിമം കവർ ചെയ്യാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം നമ്മളിപ്പോൾ ഇവിടെയാണ്. അപ്പം നമ്മളിത് ഒരു ബസ്സിലാണ് ഇതിൽ മുഴുവൻ യാത്ര ചെയ്യുന്നത് കേട്ടോ. നമുക്ക് തന്നെ നടന്ന് കാണാനുള്ള പറ്റിയ ഇതല്ല, എന്ന് വെച്ചാൽ അത് കിലോമീറ്ററുകളോളാണ് ഇതുള്ളത്. അപ്പം നമുക്കിതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഞാനും സി ചേട്ടനും കൂടി ആയിരിക്കും കേട്ടോ ഇതിൻ്റെ വിവരണങ്ങളൊക്കെ തരിക. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നൂങ്നൂച്ച് ട്രോപ്പിക്കൽ വില്ലേജ് ഗാർഡൻ്റെ എൻട്രൻസിലുള്ള ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ടിക്കറ്റ് കൗണ്ടറിൽ ഇവിടെ ഓൺലൈനായിട്ട് നമുക്ക് വേണമെങ്കിൽ ടിക്കറ്റ് എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ വന്ന് ഡയറക്റ്റായിട്ട് ടിക്കറ്റ് എടുക്കാം. ഡയറക്റ്റായിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ റേറ്റുകളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എല്ലാം ബാത്തിലാണ് എഴുതിയിരിക്കുന്നത്, തായ്ലൻഡ് കറൻസിയിലാണ് എഴുതിയിരിക്കുന്നത്. ഒരു ബാത്ത് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ 2 രൂപ 55 പൈസയാണ് വരുന്നത്. ഇവിടെ എൻട്രി എന്ന് പറയുന്നത് 2-3 ടൈപ്പ് പാക്കേജായിട്ട് ഇവർ തിരിച്ചിട്ടുണ്ട്. ഒന്നിൽ നമുക്ക് എൻട്രി മാത്രം മതിയെങ്കിൽ, ഇതിലേക്ക് എൻട്രി മാത്രം മതിയെങ്കിൽ 600 ബാത്താണ് വരുന്നത്. ഇനി എൻട്രിയും ഇവരുടെ ഒരു സൈറ്റ് സീയിങ് ബസ്സും നമുക്ക് തരുന്നുണ്ട്. അതിലും പോകണമെന്നുണ്ടെങ്കിൽ എൻട്രി പ്ലസ് സൈറ്റ് സീയിങ് ബസ്സാണെങ്കിൽ 700 ബാത്താണ് വരുന്നത്. അതാണിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ സൈറ്റ് സീയിങ് കൂടെ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഗാർഡൻ എന്ന് പറയുന്നത് കിലോമീറ്ററോളം നീണ്ടു കിടക്കുകയാണ്. ഇതാണ് ബസ്. അത്രയും നീണ്ടു കിടക്കുന്നത് നമ്മൾ നടന്ന് കണ്ട് തീർക്കുക എന്നുള്ളത് പ്രാക്ടിക്കലല്ല. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സൈറ്റ് സീയിങ് ബസ്സും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ബസ്സിൽ കൊണ്ടുപോയി പല പല സ്റ്റോപ്പുകളിൽ നമ്മളെ ഇറക്കും. ഓരോ സ്റ്റോപ്പിൽ ഇറക്കിയിട്ട് നമുക്ക് അവിടെ കുറച്ച് സമയം നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. അത് നമ്മൾ പോയി കണ്ട് തീർത്തിട്ട് നമുക്ക് തിരിച്ചു വരുമ്പോൾ ആ ബസ്സായിരിക്കത്തില്ല, വേറെ ഏതെങ്കിലും ബസ്സുകൾ അവിടെ വന്നിട്ടുണ്ടാവും. ഇതുപോലെ തന്നെ ഓപ്പൺ ആയിട്ടുള്ള ബസ്സുകൾ വന്നിട്ടുണ്ടാവും. ആ ബസ്സിൽ കയറി നമുക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ കുറേ സ്റ്റോപ്പുകൾ ഇവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ സ്റ്റോപ്പുകളും കണ്ട് നമ്മൾ ലാസ്റ്റ് എവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തോ അവിടെ നമ്മൾ തിരിച്ചു കൊണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും സ്ഥലങ്ങളുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും പോയി അത് വേണമെങ്കിൽ പോയി രണ്ടാമതൊന്നും കൂടെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോയി കാണാം. അത് ബസ്സല്ല, നമുക്ക് നടന്നു പോയി കാണണമെങ്കിൽ കാണാം. അല്ലാതെ ഇതിൻ്റെ മുകളിൽ കൂടെ ഫുള്ള് ഇങ്ങനെ പാത്തുകൾ ഇട്ടിട്ടുണ്ട്, ഓവർ ബ്രിഡ്ജ് പോലെ. അതിൻ്റെ മുകളിൽ കൂടെയൊക്കെ നടന്ന് നമുക്കിത് മുഴുവൻ കാണാൻ പറ്റും. അപ്പോൾ നമുക്കൊന്ന് ഈ ബസ്സിൽ ആദ്യം ബസ്സിലൊന്ന് കറങ്ങി വന്ന് ഒന്ന് മൊത്തം കണ്ടിട്ട് വരാം. ഓക്കെ. ഇവിടെ ഫസ്റ്റ് സ്റ്റോപ്പിൽ വണ്ടി നിർത്തി ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഇത് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സ്റ്റോപ്പായിരുന്നു ഇത്. പക്ഷെ നമുക്കറിയില്ലായിരുന്നു ഇവിടെ ഇങ്ങനെയൊക്കെയാണ് വണ്ടികളുടെയൊക്കെ കാര്യങ്ങളെന്നൊന്നും നമുക്കറിയത്തില്ലായിരുന്നു. കാരണം ഇവർ പറയുന്നത് തായ് ഭാഷയാണ്, അതായത് നമുക്ക് ഒട്ടും തന്നെ മനസ്സിലാവില്ല. നമ്മുടെ ഇംഗ്ലീഷ് അവർക്കൊട്ട് അറിയാനും പാടില്ല. അപ്പോൾ വണ്ടി നിർത്തിയിട്ട് അടുത്ത വണ്ടിയിൽ കയറിക്കോളൂ എന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് നമുക്കത് മനസ്സിലാവില്ല. നമ്മളിതിപ്പോൾ പെട്ടെന്ന് തന്നെ വണ്ടി പോകുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ധൃതി പിടിച്ച് ഫോട്ടോ എടുക്കുകയായിരുന്നു. പിന്നെ നമുക്ക് ഒത്തിരി തന്നെ കവർ ചെയ്യാനും പറ്റിയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ അത്രയ്ക്ക് മനോഹരമാണ് കേട്ടോ. ഫസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ഭയങ്കര മനോഹരമായിട്ടുള്ളത്. അതായത് ഇത് ഫുള്ള് മറ്റേ ടെറാക്കോട്ടയുടെ ഇതാണ്, അതുകൊണ്ടാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതൊക്കെ ആ വണ്ടിയൊക്കെ ഉണ്ടാക്കിയത് ടെറാക്കോട്ടയാണ്. അപ്പോൾ നമുക്കത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ ഇങ്ങനെ ആർത്തി പൂണ്ടിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കൂലേ, എന്തൊക്കെയാണ് കാണണ്ടേ, എങ്ങനെയൊക്കെയാണ് അത് ഫോട്ടോയിൽ പകർത്തണ്ടേ എന്നൊക്കെയുള്ള ഒരു കൊതിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേയൊക്കെ നമുക്ക് മിസ്സായിട്ടുണ്ട്. കുറേയൊക്കെ എടുക്കാനും പറ്റിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണലും വീഡിയോ എടുക്കലും അതൊരു പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ലാന്ന് അപ്പം ഞങ്ങൾക്ക് മനസ്സിലായത്. ചേച്ചേട്ടൻ പറഞ്ഞ അടിപൊളി, ഒന്നും കളയാനില്ല ഇതിൻ്റെ അകത്ത്. ഇവർ ചെയ്തിരിക്കുന്ന അത്ര നീറ്റാണ്. ഇവരുടെ ഇതിൻ്റെ അകത്ത് നോക്കി നമുക്കൊരു പഴുത്ത ഇലയോ അങ്ങനെ ഒന്നും കാണുന്നില്ല, ഒരു പുല്ല് മുളച്ച് നിൽക്കുക, ഇതൊന്നുമില്ല. എല്ലാം അവർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതാണ് അതിൻ്റെ ഇത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗാർഡൻ എന്നൊക്കെ പറയാനുള്ള ഏറ്റവും നല്ല കാരണം അത് തന്നെയായിരിക്കാം.
പിന്നെ എല്ലാത്തരം ചെടികളും അവിടെ ഉണ്ട് കേട്ടോ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇതിപ്പോൾ ഇതൊരു എന്താ പറയുക, ഒരു അക്വാട്ടിക് എന്നൊക്കെ പറയാം അല്ലേ, അതേപോലെയുള്ള ഒരു ചെടികളൊക്കെ ഇവിടെയാണ് വെച്ചേക്കുന്നത്. നമ്മുടെ ആമ്പൽ, താമര അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വെച്ചേക്കുന്നത് ഇവിടെയാണ്. പിന്നെ നല്ലോണം മോയ്സ്ചർ നിലനിർത്തിക്കൊണ്ട് തന്നെയുള്ള ചെടികളൊക്കെയാണ് ഇവിടെ നിർത്തിയേക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഓർക്കിഡൊക്കെ ഇവിടെയാണ് വന്നേക്കുന്നത്. വാൻ്റെ വെറൈറ്റികളൊക്കെ ഈ ഒരു സ്പോട്ടിലാണ് വെച്ചേക്കുന്നത്. പിന്നെ ബ്രൊമലിയാടിൻ്റെ നല്ലൊരു ഗാർഡനാണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് കുറേ വീഡിയോ ഒക്കെ നമ്മുടെ മിസ്സായിട്ടുമുണ്ട്, ക്ഷമിക്കണം കേട്ടോ. നമ്മൾ കുറേയൊക്കെ ഇങ്ങനെ എടുത്തിക്കണതിൻ്റെ ഇടയ്ക്ക് കൂടെ കുറേ വീഡിയോ മിസ്സായിട്ടുണ്ട്. എന്നാലും അതാണ് ഓർക്കിഡിൻ്റെ നഴ്സറി കേട്ടോ. നല്ല ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് അവിടെ കാണുന്നവർ മലയാളികളാണ്. നമ്മൾ ഒരു പാക്കേജ് വഴിയായിട്ട് വന്നേക്കുന്നതാണ്. നമ്മൾ പാക്കേജ് ഒന്നും അല്ലായിരുന്നു കേട്ടോ. നമ്മൾ സ്വന്തമായിട്ട് എല്ലാം കണ്ടുപിടിച്ച് സെർച്ച് ചെയ്ത് അങ്ങനെ തന്നെയാണ് നമ്മൾ ഈ ടൂറ് കോർഡിനേഷൻ ഫുള്ള് ചേട്ടനാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതും ചേട്ടനാണ് കൂടുതൽ പറയാനുള്ള ഇത് വീഡിയോനെ കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ട് പറയാനായിട്ട് അറിയാവുന്നത് ചേട്ടനാണ്. Perfect, 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 perfect. ഇപ്പം നമ്മൾ ബ്രൊമിലിയാഡിൻ്റെ സെക്ഷനിലേക്ക് കടന്നേക്കുവാണ്. എല്ലാത്തിനും ഓരോ ഗാർഡനും ഓരോ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആദ്യമൊന്നും അതൊന്നും കണ്ടില്ലായിരുന്നു. ഇപ്പോൾ ആ കാണുന്നത് ആർട്ടിഫിഷ്യൽ ഫോഗിങ് ആണ്. അത് നല്ല ഭംഗിയിൽ ഫോഗിങ്ങും മിസ്റ്റിങ്ങും ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ഓരോ ചെടികൾക്ക് ഓരോ അറ്റ്മോസ്ഫിയർ നമ്മൾ കൊടുക്കണമെന്ന് പറയാറുണ്ടല്ലോ. അതൊക്കെ സെറ്റ് ചെയ്തേക്കണം, നമ്മൾ കണ്ടു പഠിക്കേണ്ടത് തന്നെ. അതുപോലെ ആ വെള്ളമൊക്കെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നതും ആ മിസ്റ്റിങ് കൊടുത്തേക്കുന്നതും അഗ്ലോണിമയുടെ സെക്ഷനിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെടികൾ തന്നെ വളർന്നോളൂ. അതുപോലെയുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ അതിൻ്റെ ക്ലേയുടെ ഇതൊക്കെ കൊടുത്തേക്കുന്നതുണ്ടോ, ഒരു ടെറാക്കോട്ടയുടെ ഇതൊക്കെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയിൽ, നല്ല എന്താ പറയുക, അത് കാണേണ്ട ഒരു ഇത് തന്നെയാണ്, വിസ്മയം തന്നെ. എല്ലാ വെറൈറ്റി ബ്രൊമിലിയാഡും ഇവിടെ ഉണ്ട് കേട്ടോ. ഓരോരോ സ്ഥലത്തായിട്ട് പല പല സ്ഥലത്തായിട്ട് അങ്ങനെ വെച്ചേക്കുന്നത്. നല്ലൊരു വലിയ ഗാർഡനാണ് ബ്രൊമിലിയാഡ്. ഇപ്പം നിങ്ങൾക്കറിയാലോ, ബ്രൊമിലിയാഡിന് അധികം മെയിൻ്റനൻസ് ഒന്നും വേണ്ടാത്ത ചെടി തന്നെയാണല്ലോ, നമ്മളും സെയിൽ ചെയ്യുന്ന ചെടിയാണല്ലോ. അപ്പോൾ അതനുസരിച്ച് അത് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മോളിൽ നിന്നും ഫുള്ള് നമ്മളുടെ ഹോയയും പിന്നെ നമ്മളുടെ പാം വെറൈറ്റികൾ അങ്ങനെയൊക്കെ ഉള്ളത് മുകളിൽ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു വെർട്ടിക്കൽ ഗാർഡൻ പോലെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മളുടെ ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മളുടെ എന്താ പറയുക, ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഫോഗിങ്. ഇത് നല്ല ഭംഗിയായി കാണാനായിട്ട്. അവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കാനായിട്ട് നല്ല രസമാണ്. അതിൻ്റെ ഇടയിൽ എന്നെ കാണുന്നുണ്ട്, ഞാൻ അവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതല്ലേ ഏതൊക്കെ രീതിയിൽ നമ്മളൊക്കെ ഇങ്ങനെ ക്യാപ്ചർ ചെയ്യണം എന്നൊക്കെ ഓർത്തിട്ടാണ് ഇങ്ങനെ നടക്കുന്നത്. കാണുമ്പോൾ അടിപൊളിയാണ്, അതുപോലെ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മളുടെ എന്താ പറയുക, ഈ ചെടികൾക്ക് എന്താ പറയുന്നത്, ഈ ഹാങ് ചെയ്ത് എടുക്കുന്നത് എയർ പ്ലാന്റുകൾ, അതൊക്കെ നല്ല ഭംഗി. എയർ പ്ലാന്റ് അവിടെ കോമൺ ആണ്, ഒത്തിരി സ്ഥലത്ത് എയർ പ്ലാന്റുകൾ കാണുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ അഗ്ലോണിമയുടെ സെക്ഷനിലേക്ക് കടന്നെങ്കിൽ അഗ്ലോണിമ അങ്ങനെ ഇവിടെ അധികം വെറൈറ്റികൾ വെച്ചിട്ടില്ല കേട്ടോ. അഗ്ലോണിമയ്ക്ക് മാത്രമായിട്ട് വേറൊരു സെക്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് അഗ്ലോണിമയുടെ സാധാരണ വെറൈറ്റികളൊക്കെ തന്നെയാണ് ഇവിടെ വെച്ചേക്കുന്നത്. അതായത് ഇപ്പോൾ നാരോ ലീഫും നമ്മളുടെ റെഡ് ലിപ്സ്റ്റിക്കും, ഇതിപ്പോൾ നമ്മളുടെ നമ്മളുടെ അഞ്ചുമൻ ആ വെറൈറ്റികളും റെഡ് വെറൈറ്റിയൊക്കെ അങ്ങനെ. ഇതിപ്പോൾ നമ്മളുടെ
മിൽക്കി സൂപ്പർ വൈറ്റ് സൂപ്പർ വൈറ്റ് അല്ലേ, അതെ സൂപ്പർ വൈറ്റ്, പെട്ടെന്ന് പറയുമ്പോൾ പേര് വിട്ടുപോകുന്നു. അങ്ങനെയൊക്കെയുള്ള വെറൈറ്റികളാണ് ഇവിടെ വെച്ചേക്കുന്നത്. നല്ല ഭംഗിയിൽ തന്നെ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ബ്രോക്കൺ ഹാർട്ട് അങ്ങനെയൊക്കെയുള്ള വെറൈറ്റികളാണ് വെച്ചേക്കുന്നത്. ഇത് സെറ്റ് ചെയ്തേക്കുന്നതാണ്. അതല്ലാതെ നമ്മൾക്ക് അഗ്ലോണിമയുടെ നഴ്സറി ആയിട്ട് തന്നെ വേറെ ഇതുണ്ട്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു സ്പോട്ടാണ്, ബ്യൂട്ടി സ്പോട്ട് പോലെ അവർ സെറ്റ് ചെയ്തേക്കുന്നതാണ് കേട്ടോ. അത് നഴ്സറിയിലേക്ക് നമുക്ക് എൻട്രി തരത്തില്ല അവർ. ഈ സൈറ്റ് സീയിങ് ബസ്സിൽ കയറിയാൽ മാത്രമാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ ബസ് ഓടിച്ചു കൊണ്ടുപോയി നമ്മളെ കാണിച്ചു തരുള്ളൂ നഴ്സറി. അത് നമുക്ക് ഇനിയിപ്പോൾ കണ്ടുകൊണ്ടിരിക്കാം, നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്പോട്ടിൽ നിന്ന് നമ്മൾ പോയിട്ടില്ല, നമ്മളിത് കണ്ട് തിരിച്ച് ബസ്സിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വേറെ ഏത് ബസ്സിൽ വേണമെങ്കിലും കയറി നമുക്ക് പോകാം, കൂടുതൽ കാണാം എന്നുള്ളത് മനസ്സിലാക്കിയത്. പിന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള ചെടികളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ അഗ്ലോണിമയുടെ കൂടിയ വെറൈറ്റികളൊക്കെ ഉണ്ടല്ലോ, റേറ്റ് കൂടിയതായിട്ടുള്ള റെയർ ആയിട്ടുള്ളതും പിന്നെ പുതിയതായിട്ട് ഇന്നോവേറ്റ് ചെയ്തേക്കുന്ന കുറേ ചെടികളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ ഉള്ളതിന് നമുക്ക് എൻട്രൻസ് ഇല്ല. ഇപ്പോൾ ഈ സാധാരണ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന വെറൈറ്റികൾ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് നമുക്ക് കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ചേക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിനൊക്കെ വേണ്ടിയിട്ട് തന്നെ ഓരോ നഴ്സറികളുണ്ട്. പിന്നെ നമ്മുടെ ഹോയൊക്കെ ഒരു നഴ്സറി ഉണ്ട്. പിന്നെ ഏതാ സ്നേക്ക് പ്ലാന്റ്, സാൻസവേരിയുടെ വെറൈറ്റിക്ക്, പിന്നെ ബോൺസായിക്ക് വേറെ ഒരു നഴ്സറി. അതൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് കാണാൻ പറ്റും എന്നല്ലാതെ അവിടെ ഒന്നും എൻട്രൻസ് ഇല്ല കേട്ടോ. കാറ്റസിന് നഴ്സറി ഉണ്ട്. അങ്ങനെ ഓരോന്നിനും മാറി നഴ്സറി ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ കുറേ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് കേട്ടോ. പല കൾച്ചറൽ ഷോ ഉണ്ട്, എലഫൻറ്റ് ഷോ ഉണ്ട്. ഇപ്പോൾ ഇത് കണ്ടോ, ഇത് ഇപ്പോൾ ആനേനെ കാണിക്കുന്നുണ്ടോ. ഇതിൻ്റെ കൂടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ 500 ബാത്തും 600 ബാത്തും ഒക്കെയാണ് കേട്ടോ ചോദിക്കുന്നവർ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആനയൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, നമ്മുടെ കൂടെ നടന്നു വരുവാണ്. നമ്മൾ എന്തെങ്കിലും ഭക്ഷണമൊക്കെ, ഇനി ആനയ്ക്ക് നമ്മളൊരു ഭക്ഷണം കൊടുക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ടുണ്ട്, അത് നമ്മൾ വാങ്ങിക്കുകയും ചെയ്യണം, അതിന് കൊടുക്കുന്നതിന് വേറെ പൈസയും കൊടുക്കണം. ഇതിൻ്റെ പുറത്തും കയറി ഇറങ്ങി നടക്കാം നമുക്ക്. ഇതിപ്പോൾ അവിടെ ഒത്തിരി മലയാളികളുണ്ടായിരുന്നു, അവരിങ്ങനെ ആനയുടെ പുറത്തുനിന്ന് ഫോട്ടോ എടുക്കുക. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കര പേടിയാണ്. അപ്പം ഞാനിത് ആനയുടെ അടുത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ആനയുടെ പുറത്ത് കയറാനൊക്കെ എനിക്ക് പേടിയായിരുന്നു. പിന്നെ നമുക്ക് ഒരു പേടിയുള്ളത് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മൾ തന്നെ പോകുന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ആക്ടിവിറ്റീസിലൊക്കെ കയറുമ്പോൾ എന്തെങ്കിലും ഒരു അപകടങ്ങളൊക്കെ പറ്റിക്കഴിഞ്ഞാൽ വേറൊരാൾ സഹായത്തിനല്ലല്ലോ. അതുകൊണ്ട് അതിൻ്റെയൊക്കെ മുൻകരുതൽ എടുത്തിട്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ആക്ടിവിറ്റീസിലൊക്കെ ഇറങ്ങാറുള്ളൂ. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ സ്റ്റോപ്പിലെ കാഴ്ചകളൊക്കെ മതിയാക്കി ബസ്സിൽ കയറി. മതിയായിട്ടല്ലാട്ടോ കയറിയത്, കയറേണ്ടി വന്നു, അല്ലാതെ ഇത് കണ്ടു തീർക്കാൻ പറ്റൂല എന്ന് തോന്നി. അപ്പോൾ തന്നെ അവിടെ ഏകദേശം 2-2.5 മണിക്കൂറോളം ആദ്യത്തെ സ്റ്റോപ്പിൽ ഞങ്ങൾ ചിലവാക്കി. അതിനുശേഷം ഞങ്ങൾ ബസ്സിൽ കയറി. ഇത് കണ്ടോ, ഇതാണ് ഞാൻ ആദ്യം നേരത്തെ ഒന്നും സൂചിപ്പിച്ചില്ലേ, ഈ നഴ്സറിയിലേക്ക് ഒന്നും നമുക്ക് ഡയറക്റ്റ് എൻട്രി തരത്തില്ല. ഈ ബസ്സിന് മാത്രമേ എൻട്രി ഉള്ളൂ. ബസ്സിന് മാത്രമെന്നല്ല, ഈ എൻട്രിയിൽ നമുക്ക് ഇവിടെ ഇറങ്ങി നിന്ന് കാണാനോ അതിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനോ ഒന്നും അവർ സമ്മതിക്കത്തില്ല. പിന്നെ അതിൽ ഓരോ നഴ്സറിക്കും കണ്ടോ, ഓരോ നഴ്സറിയിലും ബോർഡ് വെച്ചിട്ടുണ്ട് അത് എന്തിൻ്റെ നഴ്സറിയാണ്. ബ്രോമിലിയാഡിൻ്റെ നഴ്സറി ഉണ്ട്, അതുപോലെ അഗ്ലോണിമയുടെ നഴ്സറികൾ ഇതിൻ്റെ അകത്തുണ്ട്. നമുക്ക് ഇങ്ങനെ ഒറ്റ കാഴ്ചയിൽ ഇങ്ങനെ കണ്ടുപോകാം എന്നല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇറങ്ങി നിന്ന് എടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് എടുത്തു നോക്കുകയോ ചെടിയുടെ ഭംഗി നോക്കുകയോ ആസ്വദിക്കുകയോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ കണ്ട് ആസ്വദിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. എന്താ ഇത് ഇത് ബ്രൊമിലിയാഡിൻ്റെ നഴ്സറിയാണ്. പിന്നെ ഇവിടെ നല്ല ചൂടും കൂടെയാണല്ലോ, അപ്പോൾ ഈ ഈർപ്പം നിലനിർത്താനൊക്കെ വേണ്ടിയിട്ട് ഫേണുകളാണ് കൂടുതൽ ഹാങ് ചെയ്തിട്ടാണ്. ഫേണും ഹോയ പിന്നെ എയർ പ്ലാന്റുകൾ. എയർ പ്ലാന്റും ഹോയയും ഇവിടുത്തെ കോമൺ ചെടികളാണെന്ന് പറയും. എവിടെയും നമ്മൾ റോഡ് സൈഡിലും പിന്നെ എല്ലാ ഹോട്ടലുകളുടെ മുമ്പിലും എല്ലാം എയർ പ്ലാന്റും വെച്ചിട്ടുണ്ട്, ഹോയയും വെച്ചിട്ടുണ്ട്. അവരുടെ എന്തോ ഒരു ഇതനുസരിച്ച് ഈ എയർ പ്ലാന്റിനൊക്കെ നമ്മളിവിടെയൊക്കെ പറയുമല്ലോ ഒരു പോസിറ്റീവ് എനർജി തരുന്നതാണെന്ന് പറയുമല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഹോയയും എയർ പ്ലാന്റും എല്ലായിടത്തും ഉണ്ട്. പിന്നെ ഓർക്കിഡുകളൊക്കെ കേട്ടോ റോഡ് സൈഡിലൊക്കെ മരത്തുമ്മയൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നു പാമ്പിൻ്റെയൊക്കെ നഴ്സറിയാണെന്ന് തോന്നുന്നു. ഇതാ ഈ പാമ്പ് വെറൈറ്റികളൊക്കെയാണ്. നമുക്ക് എല്ലാം തന്നെ കവർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല, എന്ന് വെച്ചാൽ എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് സൈറ്റ് സീയിങ് ബസ് ഓൺലി എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത്. നല്ല ഭംഗിയിൽ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സെറ്റിങ്ങാണ് നല്ല ഭംഗിയിൽ. ഇപ്പം നമ്മൾ കയറിയിരിക്കുന്നത് കാറ്റസിൻ്റെ പോളി ഹൗസിലേക്കാണ്.
ഒരു പോളി ഹൗസ് എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റിയുടെ പോളി ഹൗസ് ഏകദേശം ഒരു ഒരേക്കറിൽ മുകളിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അത്രയും വെറൈറ്റികളും അത്രയും വലിപ്പത്തിലുമാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ബസ്സിൽ പോകുമ്പോൾ കണ്ടോ, പെട്ടെന്ന് അങ്ങോട്ട് പോവുകയാണെങ്കിലും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുക. ഇതെല്ലാം വെച്ചിരിക്കുന്ന ചെറിയ ചട്ടികളിൽ അല്ലെങ്കിൽ മറ്റേ കവറുകൾ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ഇവിടെ സെയിലും ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. പക്ഷേ അത്യാവശ്യം നല്ല വിലയുമുണ്ട് കേട്ടോ. ഇവർ കൂടുതലും എക്സ്പോർട്ടിംഗ് ആണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ക്യാക്ടസിന് തന്നെ ഫ്രണ്ടിൽ നന്നായിട്ട് സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് കയറി ഫോട്ടോ ഒക്കെ എടുക്കാം. അതല്ലാതെ ഇവിടെ എൻട്രൻസ് ഇല്ല. അപ്പോൾ അത് നല്ല രീതിയിൽ നല്ല അറേഞ്ച് ചെയ്ത് ഒരു 7 അടി 8 അടി ഹൈറ്റിലൊക്കെ ഓരോരോ വെറൈറ്റികൾ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുമുണ്ട്. ഇത് ഓപ്പൺ പ്ലാന്റ്സുകളാണ്, എൻ്റെ പോളി ഹൗസൊന്നും ഇല്ലാതെ ഓപ്പണായിട്ട് നിർത്തിയേക്കുന്ന പ്ലാന്റ്സുകൾ. അതൊക്കെ നമ്മളിവിടെ കാണുന്ന സാധാരണ വെറൈറ്റികളൊക്കെ ഉണ്ട്, പക്ഷെ അവർ അത് ഭംഗിയായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നു. നല്ല അറേഞ്ച്മെൻറ്റ്സ് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തേക്കുന്നു. പിന്നെ ഒരു ചെടികൾ തന്നെ ഒരു വെറൈറ്റി ചെടി തന്നെ ഒത്തിരി ഒരു സ്ഥലത്ത് തന്നെ നട്ടേക്കുവാണ്. അപ്പോഴാണ് അതിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ ചെറിയ ചെറിയ പൂക്കളുള്ള ചെടികൾ ഇതൊക്കെ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇതിന് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. ഇപ്പോൾ നമ്മൾ ഡിനോസർ വാലി എന്നും പറഞ്ഞുകൊണ്ട് ഇവർ അറേഞ്ച് ചെയ്തേക്കണം. ഇവിടെ ഫുള്ള് സ്റ്റോൺ ആർട്ടുകളാണ് കൂടുതൽ. വലിയ ഡിനോസറുകൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവർ കല്ലും കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. നല്ല ഭംഗിയാണ്, നമുക്ക് നേരിട്ട് കണ്ട്. വേറൊരു സ്ഥലമുണ്ട് കേട്ടോ, വേറെ സ്ഥലത്ത് നമുക്ക് അതിൻ്റെ അടുത്തൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും. ഭയങ്കര വലിപ്പത്തിൽ പാമ്പും അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലേ. ആ ദിനോസറിൻ്റെ കൂടത്തിൽ തന്നെ എല്ലാം പാമ്പ് വെറൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആയിട്ടുള്ള സ്ഥലമാണല്ലോ. അപ്പോൾ നന്നായിട്ട് വെയിൽ കിട്ടുന്ന ചെടികളാണ് അവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയാക്കി വെട്ടി നല്ല അടിപൊളിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡിനോസർ വാലിയിലൂടെ പോന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ലാസ്റ്റ് എത്തിയപ്പോഴത്തേനും ഒരു സ്റ്റോപ്പുണ്ട്. ആ സ്റ്റോപ്പിൽ ഇത് തന്നെയാണ് കേട്ടോ, വലിയ ഡിനോസറുകൾ, കാറ്റസൊക്കെ ഒരു മരുഭൂമി പോലെയൊക്കെ ഉണ്ടാക്കി അങ്ങനെയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ ഓവർ ബ്രിഡ്ജ് അല്ലെങ്കിൽ സ്കൈ വാക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. അതിന് മുകളിൽ കൂടെ നമുക്ക് കയറി നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഫുള്ളൊരു സ്കൈ വ്യൂ കിട്ടും നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ. അതിങ്ങനെ നീണ്ട് പരന്നിങ്ങനെ കിടക്കുവാണ് അങ്ങോട്ടും പല നഴ്സറിയിലേക്ക് അത് കണക്ട് ചെയ്ത് അങ്ങനെ പോയേക്കുവാണ്. നമ്മളിപ്പോൾ കുറച്ചൊക്കെ നടന്നു നോക്കി, പക്ഷേ എവിടെ എത്തിയാലും എങ്ങോട്ടേക്ക് നോക്കിയാലും പല ആരോ മാർക്ക് കൊടുത്തേക്കുവാണ്. പല നഴ്സറികളിലേക്ക് മറ്റേ ഇക്സോറയുടെ പ്ലാന്റുകൾ വെച്ചേക്കണോടത്തേക്ക് അങ്ങനെ ഒത്തിരി സ്ഥലത്തേക്ക് അങ്ങനെ ആരോ മാർക്കുകൾ കൊടുത്തേക്കുവാണ്. അപ്പോൾ കുറേ നടന്നു, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തന്നെ തിരിച്ചു പോന്നു. ഇനിയിപ്പോൾ വഴി തെറ്റി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് തിരിച്ച് ഈ സ്പോട്ടിൽ തന്നെ വന്നു കേട്ടോ.
ആ സ്റ്റോപ്പിൽ നിന്ന് പിന്നെ നമ്മൾ ബസ്സിലേക്ക് തന്നെ കയറി. ഇത് ഈ സ്റ്റോൺ ആർട്ടിൻ്റെ ഉള്ളിൽ കൂടെ, അതായത് ഡിനോസർ വാലിയുടെ ഉള്ളിൽ ഡിനോസറുകൾ മാത്രമാണ് ഇവിടെ ഉള്ളൂ. ഡിനോസറുകൾ, പല പക്ഷികൾ, പല പല മൃഗങ്ങൾ, ഇതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുവാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ വീണ്ടും ബസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നിലവിൽ ഉണ്ടാക്കിക്കൊണ്ടും ഇരിക്കുന്നുണ്ട് കുറേ ആർട്ടിസ്റ്റുകൾ അവിടെ നിന്ന് എല്ലാം ഇങ്ങനെ കുത്തുപണികളും ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല മനോഹരം. അതൊക്കെ ഇടയിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇതെല്ലാം ക്യാമറയിൽ ഒതുങ്ങൂല. അത് അത്രയ്ക്ക് വലുപ്പത്തിലുള്ള ദിനോസറിനെയൊക്കെയാണ് ഉണ്ടാക്കി വെച്ചാണ്. ഓരോന്നിനും പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾക്കിങ്ങനെ ക്യാമറയിൽ ഇങ്ങനെ രണ്ട് വശത്തേക്കും ഫോക്കസ് ചെയ്ത് നമ്മൾ വെച്ചേക്കണേ, ഒന്നും തന്നെ മിസ്സാവരുതല്ലോ എന്നോർത്ത്. നമ്മളിങ്ങനെ ക്യാമറയിൽ എടുക്കുമ്പോൾ കുറേ കാഴ്ചകൾ നമുക്ക് മിസ്സാവുമല്ലോ. അപ്പോൾ പിന്നീട് നമുക്ക് തന്നെ എടുത്ത് കാണാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നമ്മൾ കണ്ടതാണോ എന്ന് ഓർക്കും. അതുപോലെയാണ് കുറേയൊക്കെ നമ്മളുടെ കാഴ്ചയിൽ നിന്ന് മിസ്സായിട്ടാണ് ക്യാമറയിൽ തന്നെ പകർത്തി വന്നേക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാം കേട്ടോ. ഇതിൻ്റെ അടുത്തൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാം. ഇതിനെ കെട്ടിപ്പിടിച്ച് നിന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ എടുക്കാം. ഇതിൻ്റെ അവിടെ കുറേ ഫോട്ടോ സ്പോട്ടുകൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഇരിക്കാം. അവിടെ ഇരുന്നൊക്കെ ഫോട്ടോ എടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഇരുന്നും നടന്ന് കണ്ടു തീർക്കുക എന്നുള്ളത് പ്രാക്ടിക്കലല്ല. ഒരു വിധത്തിൽ നമ്മൾ ഒരു സ്ഥലത്തും എത്തില്ല. ഇപ്പോൾ ഈ സൈറ്റ് സീയിങ് ബസ്സിൽ കയറിയിട്ട് തന്നെയും ഇത് മുഴുവൻ കവർ ചെയ്തോന്ന് ഞങ്ങൾക്ക് യാതൊരു ഐഡിയയും ഇല്ല. ഇപ്പോൾ ഏതിലേക്ക് പോയി എങ്ങനെയൊക്കെ വന്നത് ഒരു പിടിയും കിട്ടുന്നില്ല ഇതിലേക്ക് നോക്കിയിട്ട്. ഇതിപ്പോൾ അടുത്തടുത്ത് എല്ലാം കൂടെ സെറ്റ് ചെയ്തേക്ക് വെച്ചേക്കുവാന്ന് തോന്നുന്നു അല്ലേ. എല്ലാത്തിനും ഓരോരോ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ക്യാമറയിൽ നോക്കുമ്പോഴാണല്ലോ ഈ പേരുകളൊക്കെ കാണുന്നത്. നേരിട്ട് ഇതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ലായിരുന്നു കേട്ടോ. അതാ നല്ല ഭംഗിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നമുക്ക് ഇതിങ്ങനെ ആസ്വദിക്കാൻ ശരിക്കും പറ്റിയില്ല എന്ന് തന്നെ പറയാം, ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നത് കൊണ്ടേ. കാരണം നമ്മളിത് വീഡിയോ എടുക്കുക എന്നൊരു പർപ്പസായിട്ട് അങ്ങനെ തന്നെ പോയി കഴിഞ്ഞാലാണ്, ട്രാവൽ വീഡിയോ ചെയ്യണം അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി പോയി കഴിഞ്ഞാൽ മാത്രമാണിത് വീഡിയോ നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഇതിൻ്റെ അകത്ത് നമ്മൾ കണ്ട് ആസ്വദിച്ച് വീഡിയോയും കൂടി എടുക്കുക എന്ന് പറഞ്ഞത് അത്ര പോസിബിളായിട്ട് തോന്നുന്നില്ല ഇത് കണ്ടിട്ട്. എന്തായാലും ഞങ്ങൾ പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിപ്പോ എന്ത് മൃഗങ്ങളൊക്കെയായി കാണുന്നത്? കണ്ടാമൃഗം, നമ്മൾ നേരിട്ട് കണ്ടായിരുന്നോ? ഇതിപ്പോ രണ്ട് വശത്തുമാണേ നമ്മൾ ഈ വണ്ടി പോകുമ്പോൾ രണ്ട് വശത്തേക്കും തന്നെ നമ്മൾ ക്യാമറ ഫോക്കസ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഇപ്പുറത്തെ വശത്ത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. നമ്മൾ ഒരു വശത്തേക്ക് മാത്രമാണല്ലോ നമ്മളിങ്ങനെ ശ്രദ്ധിക്കുന്നുള്ളൂ. അപ്പോൾ ഈ വശത്തുള്ളത് ഇപ്പോൾ ഇതൊക്കെ ശ്രീചേട്ടൻ എടുത്തതാണെന്ന് തോന്നുന്നു അല്ലേ. അപ്പം അതുകൊണ്ട് ഞാനിതിപ്പോൾ ഇപ്പോഴാണ് കാണുന്നത് തന്നെ ആദ്യമായിട്ട് തന്നെ. ഇതിൻ്റെ അകത്തെ പിന്നെ അവരുടെ അമ്പലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അമ്പലങ്ങളൊക്കെ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അപ്പുറത്ത് നമുക്ക് വേറെ ബാങ്കോക്ക് അല്ലെങ്കിൽ പട്ടായ എന്നൊക്കെ പറയുന്ന മെയിൻ അമ്പലങ്ങളുടെയും ഈ ബുദ്ധ ക്ഷേത്രങ്ങളുടെയൊക്കെ മെയിൻ സ്ഥലമാണത്. അതുപോലെ ഇതിൻ്റെ ഒരു ചെറിയ ചെറിയ മിനിയേച്ചറായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. നമ്മുടെ ആൻഷ്യൻ സിറ്റി ഒക്കെ പോലെ തന്നെയല്ലേ. അവിടെ അവരിങ്ങനെ ഇത് ഉണ്ടാക്കിയേക്കുവാണ്. പല പല അവരുടെ ബാങ്കോക്കിലുള്ള മെയിൻ അമ്പലങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ ഓരോ കുന്നിൻ്റെ പുറത്തും ചെറിയ ചെറിയ അമ്പലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് അവിടം വരെ എത്തിപ്പെടുക എന്നുള്ളത് ഏത് രീതിയിൽ എത്തും എന്നുള്ള ഒരു സംശയമാണ്. ഇതിപ്പോൾ അതിൽ കൂടെ ഒരു വാക്ക് വേ വരുന്നുണ്ട്, സ്കൈ വേ വരുന്നുണ്ട്. ഈ സ്കൈ വാക്ക് നമുക്ക് ഈ ഗാർഡൻ്റെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മെയിൻ അട്രാക്ഷൻസ് മുഴുവൻ സ്കൈ വാക്ക് പോകുന്നുണ്ട്. ഇത് നമ്മളിപ്പോൾ ഇത് ബോൺസായി ഗാർഡൻ ആണ്. അടിപൊളിയായിട്ട് എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള ബോൺസായികളാണ് ഇരിക്കുന്നതെന്നറിയോ. നിലത്ത് നട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ചട്ടിയിൽ നല്ലോണം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്താ സാൻസവേരിയിലേക്ക് കിടന്നോ? എന്ത് കളക്ഷനാ? ഇതൊന്നും ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ, നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോഴാണ് ഞാൻ ഇതൊക്കെ കാണുന്നത്. സിജേട്ടൻ അപ്പം ഞാൻ എടുത്തേക്കുന്നത് കുറേയൊക്കെ മിസ്സായിട്ടുണ്ടാവുമോ അല്ലേ? നമുക്ക് രണ്ടു വശത്തേക്ക് നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ലല്ലോ. അതായത് ഒരു വശത്ത് കുറേ അഡീനിയം ഉണ്ടായിരുന്നു. അഡീനിയം ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കാണുന്നില്ല. അഡീനിയത്തിൻ്റെ വലിയ മിനിയേച്ചർ ടൈപ്പ്, അതുപോലെ ഭയങ്കര ബോൺസായി ടൈപ്പ്, അങ്ങനെ ഒരു അഡീനിയം ഒക്കെ ഉണ്ടായിരുന്നു. അഡീനിയം ഒന്നും ഇപ്പോൾ വീഡിയോയിൽ കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. അത് തുടക്കത്തിലായിരുന്നു തോന്നുന്നു. കുറേയൊക്കെ നമ്മുടെ മിസ്സായിട്ടുണ്ട്. ഇതെന്തോ ഫ്ലവർ ഗാർഡൻ ആണ്. ഇത് ഫ്ലവേഴ്സ് ആണ് ഇതിൻ്റെ അകത്ത് ഫുൾ ഉള്ളത്. നമ്മൾ നോർമൽ കാണുന്ന ഫ്ലവേഴ്സ് ഒക്കെ തന്നെയാണ്. വിങ്കയൊക്കെ മെയിൻ ആയിട്ടൊക്കെ വെച്ചാണ്. പക്ഷെ അത് നല്ല ഭംഗിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹാങ്ങിങ് വിങ്കകളും ആണെങ്കിലും മറ്റേ അതല്ലാതെ കുറ്റിയായിട്ട് നിൽക്കുന്ന വിങ്കകളൊക്കെ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ക്യാക്ടസ് ഗാർഡനിൽ അല്ല, ക്യാക്ടസിൻ്റെ അതിൻ്റെ മുമ്പിൽ തന്നെ നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എന്തുവാണ്? ഇതിപ്പോ വണ്ടി നിർത്തി കേട്ടോ, നമുക്ക് ഇറങ്ങാനുള്ള സ്പോട്ടായി നമ്മുടെ ലാസ്റ്റ് സ്ഥലത്ത് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇതിന്റെ അപ്പുറത്തെ വശത്തു നിന്നാണ് നമ്മൾ കയറിയത്. ഇതിന്റെ ഇപ്പുറത്തെ വശത്ത് നമ്മൾ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. ഇതിന്റെ തൊട്ടടുത്തായിട്ട് ഇനി ഒരു വിൻറ്റേജ് കാറുകളുടെ ഒരു മ്യൂസിയം ഉണ്ട്. നമ്മൾ അതിൻ്റെ അകത്ത് കയറി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പക്ഷെ നമുക്കത് മിസ്സായിട്ടുണ്ട്. നമുക്കത് തപ്പിയിട്ട് ഇപ്പോൾ കാണാനില്ല. ഇതാണ് ആദ്യം പറഞ്ഞിരുന്നല്ലോ, നമുക്കൊരു കാറ്റസിൻ്റെ ഗാർഡൻ, നമുക്ക് ഫോട്ടോ സെക്ഷന് വേണ്ടിയിട്ട് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഗാർഡനാണ്. അതിൻ്റെ ഫ്രണ്ടിൽ വിങ്ക ഫ്ലവേഴ്സും അങ്ങനെ കുറേ ഫ്ലവറിങ് പ്ലാന്റ്സ് കുറേ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമുക്ക് കയറി കാറ്റസുകളൊക്കെ കാണാം. പിന്നെ ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ, കുറച്ച് പാക്കേജുകൾ ഇവർ തരുന്നുണ്ട്.
നമുക്ക് എൻട്രി മാത്രം മതി എന്നുണ്ടെങ്കിൽ 600 രൂപത്ത്, എൻട്രി പ്ലസ് സൈറ്റ് സീയിങ് ആണെങ്കിൽ 700 ബാത്ത്, പിന്നെ എൻട്രി പ്ലസ് കൾച്ചറൽ ഷോ പ്ലസ് സൈറ്റ് സീയിങ് അങ്ങനെയൊരു ഇതുണ്ട്, നമുക്കൊരു പാക്കേജ് ഉണ്ട്. പിന്നെ ഫുഡ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പാക്കേജ് ഉണ്ട്. പക്ഷെ നമ്മൾ ഫുഡ് ഇൻക്ലൂഡ് ആയിട്ടുള്ള പാക്കേജ് അല്ലായിരുന്നു നമ്മൾ എടുത്തത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ചിരുന്നു, നമ്മൾ സെർച്ച് ചെയ്തപ്പോഴും കാര്യങ്ങളൊക്കെ കിട്ടിയ ഒരു 4 മണിക്കൂറൊക്കെ കാണാനുള്ളതാണ് ഇതിൻ്റെ അകത്തുള്ളൂ, ഈ ഗാർഡനിലുള്ളൂ എന്ന് കണ്ട കാരണം നമ്മൾ 12 മണിയാകുമ്പോഴത്തേനും നമുക്ക് പുറത്തിറങ്ങാം എന്നുള്ള ധാരണയിലായിരുന്നു നമ്മൾ ഇരുന്നത്. അതിനുശേഷം പിന്നെ രണ്ട് സ്ഥലം കൂടെ നമുക്കിന്ന് കാണാനുണ്ടായിരുന്നു അല്ലേ? അതെ. അപ്പോൾ നമ്മളൊരു ടൈഗർ പാർക്ക് ഉണ്ടായിരുന്നു, ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉണ്ടായിരുന്നു. അത് രണ്ടും കൂടെ കണ്ട് നമുക്കിന്ന് ഫിനിഷ് വേ തന്നെയാണ്. അപ്പൊ അതും കൂടെ കണ്ടിട്ട് തിരിച്ചു പോകാന്നാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ എല്ലാ പ്ലാനുകളും ഇതിൻ്റെ ഉള്ളിൽ കയറിയതോടെ പ്ലാനുകൾ മുഴുവൻ തെറ്റി. ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ആർത്തി പോലെയായി. ഭക്ഷണം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് മുഴുവൻ കണ്ടു തീർക്കണം എന്നുള്ളൊരു വാശി പോലെയായി. അങ്ങനെയാണ് ഞങ്ങൾ ഇതാണ് പറഞ്ഞ കാറ്റസ് ഗാർഡൻ എന്ന് പറയുന്നത്. ഒരു 10 അടി 12 അടിയൊക്കെ ഹൈറ്റുള്ള കാറ്റസുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തേക്കാണ്. ഹൈറ്റില് അറേഞ്ച് ചെയ്തേക്കുവാണ്. അത് ഹൈറ്റ് ഓരോ ചട്ടികളിലാക്കി അങ്ങനെ അതിപ്പോ ശരിക്കും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒറ്റതായിട്ട് ഇങ്ങനെ തോന്നും. പക്ഷെ അടുത്ത് വരുമ്പോഴത്തേക്ക് ഓരോരോ ചട്ടികളിൽ ഹൈറ്റിൽ ഒരു 10 അടി ഹൈറ്റിലൊക്കെ അറേഞ്ച് ചെയ്തേക്കുവാണ്. അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം. പിന്നെ അതിൻ്റെ അകത്ത് തന്നെ ഇരിക്കാനും, ഒന്ന് ഇരുന്നിട്ട് ഫോട്ടോ എടുക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാനും. പിന്നെ ഇപ്പോൾ ഹൈറ്റിൽ നിൽക്കുന്നില്ല, അതിൻ്റെയൊക്കെ സെൻറ്ററിലൊക്കെ നിന്നെടുക്കുക. ഇതൊക്കെയാണ് നമ്മൾ മിക്കവാറുമുള്ള ഫോട്ടോഷൂട്ടുകളിൽ, തായ്ലാൻഡിൽ വന്നിട്ടുള്ള ഫോട്ടോഷൂട്ടുകളിലൊക്കെ കാണുന്നത്. ഇവിടെയുള്ള ഫോട്ടോസാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കൂടുതൽ. പിന്നെ സൂക്ഷിക്കണോട്ടെ, നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ നന്നായിട്ട് കാറ്റസിന് അറിയാലോ, നന്നായിട്ട് മുള്ളൊക്കെ ഉള്ളതാണ്. കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ വരുമ്പോൾ ഞങ്ങൾ വരുമ്പോൾ തന്നെ ഒരു കുഞ്ഞിൻ്റെ കൈമ ഇത് തറച്ച് കയറിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കൈമ ഇങ്ങനെ ഫോട്ടോ എടുക്കുമ്പോഴതിനുള്ള ഒരു നമ്മൾ ആ ഒരു ജ്വരത്തിൽ ഇങ്ങനെ നിൽക്കുമല്ലോ. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ബാക്കിൽ നിന്ന് നന്നായിട്ട് മുള്ള് തറച്ച് കയറിയിട്ട് കുഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ അതൊന്ന് സൂക്ഷിച്ചാൽ മതി. പിന്നെ ഇവിടെയൊക്കെ ഇരുന്നൊക്കെ ഫോട്ടോ എടുക്കാട്ടെ. ഇതുപോലെ ഇതിപ്പോൾ അതവിടെ ഫോട്ടോ സെഷന് വേണ്ടിയിട്ട് മാത്രം വെച്ചേക്കുന്നത്. ഒറിജിനൽ ആയിട്ടുള്ള കാക്ടസിൻ്റെ നഴ്സറിയിൽ നമ്മളെ കയറ്റുമൊന്നുമില്ല. ഇതിപ്പോൾ ഫ്രണ്ടിൽ തന്നെ ഫോട്ടോ സെഷന് വേണ്ടിയിട്ട് ഒരു അട്രാക്ഷന് വേണ്ടിയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എടുക്കാൻ നേരത്തെ ഈ പാക്കേജ് എടുക്കുമ്പോൾ ഇവിടുന്ന് തന്നെ വേണമെങ്കിൽ ഫുഡും കൂടെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സൗകര്യമായിരിക്കും. ഇപ്പം ഞങ്ങൾ നല്ല എല്ലാത്തരം ഫുഡും ഉണ്ടല്ലോ. കാരണം ഒരു തായ് ഫുഡുണ്ട്, ഇന്ത്യൻ ബഫറ്റ് ലഞ്ച് എന്നും പറഞ്ഞുകൊണ്ട് അതുണ്ട്, അല്ലെങ്കിൽ പിന്നെ കോണ്ടിനെൻ്റൽ ഫുഡുണ്ട്. അപ്പോൾ നമുക്ക് പല പല സെക്ഷനായിട്ടാണ്. അപ്പോൾ അത് നമുക്ക് അറേഞ്ച് ചെയ്യാം. പക്ഷെ നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞ അത്ര സുഖമില്ല ഇവിടുത്തെ ഫുഡ് എന്നൊക്കെ പറയുന്നത് കേട്ട കാരണമാണ്. പക്ഷേ ഈ സമയത്ത് ഇപ്പോൾ ഇതൊക്കെ എടുക്കുന്ന സമയത്ത് നല്ല വിശപ്പാണ് കേട്ടോ. പക്ഷേ അവിടെ ഭക്ഷണത്തിൻ്റെയൊക്കെ സമയം കൂടെ ആയതുകൊണ്ട് നമുക്ക് ആ മണവും ഒക്കെ കൂടെ വരുമ്പോഴത്തേക്കും നല്ല വിശപ്പായിരുന്നു. പക്ഷെ നമുക്ക് നിവൃത്തിയില്ല. പക്ഷെ വേണമെങ്കിൽ എടുക്കാമായിരുന്നു കേട്ടോ. പക്ഷെ നമ്മളത് ഒഴിവാക്കുകയോ ചെയ്തേ, പുറത്ത് വന്നിട്ട് കഴിക്കാമെന്നുള്ള രീതിയിൽ അത് ഒഴിവാക്കുകയോ ചെയ്തേ. അപ്പോൾ ഞാൻ അത് പറഞ്ഞു വന്നപ്പോഴാണ് ഭക്ഷണത്തിൻ്റെ നല്ല വിശപ്പുണ്ട്, എങ്കിലും ഇതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാമെന്ന് ഓർത്തു. പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച കാരണം നമ്മുടെ ഒരു മലയാളിയുടെ ഹോട്ടൽ നമുക്ക് പട്ടായയിലുണ്ട്. ഒരു മലബാർ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. മലയാളത്തിലൊക്കെ എഴുതിയേക്കുന്നതാണ്. നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ അത് കണ്ടുപിടിച്ചിരുന്നു. അപ്പോൾ പിന്നെ കണ്ടുപിടിച്ചതല്ല, നമ്മൾ ഓൺ ദ വേയിൽ ഇങ്ങനെ കണ്ടതാണ്. അപ്പോൾ പിന്നെ അന്ന് അവിടെ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ 2 ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് നല്ല വേറെ നല്ല ഫുഡുകളൊന്നും കഴിക്കാത്തത് കൊണ്ട്, അതായത് അവിടുത്തെ ഫുഡുകളൊന്നും നമുക്ക് പിടിക്കില്ലല്ലോ. അപ്പോൾ നമ്മളുടെ ഫുഡുകൾ കഴിക്കണം എന്നൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ളൊരു ഹോട്ടലിൽ കയറാമെന്നാണ് വിചാരിച്ചത്. ഒരു ഓവർബ്രിഡ്ജിൻ്റെ കാര്യം പറഞ്ഞല്ലോ, നമ്മൾ മൊത്തം പാസ് ചെയ്യാൻ പറ്റുന്ന ഓവർബ്രിഡ്ജ് ഉണ്ടെന്ന് പറഞ്ഞത്. അങ്ങനത്തെ ഒരു ഓവർബ്രിഡ്ജിൻ്റെ മുകളിൽ അല്ലെങ്കിൽ സ്കൈ വാക്ക് നടത്തി നമുക്ക് മുകളിൽ നിന്നുള്ള വിഷ്വൽസാണ് ഈ കാണുന്നത് കേട്ടോ. മുകളിലെല്ലാം പോളികാർബൺ ഷീറ്റ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് പോളി ഹൗസുകളാക്കിയേക്കാണ്. ചെറിയ ഒരു നമ്മൾ ഓപ്പൺ ഏരിയ എന്ന് പറഞ്ഞിരുന്നല്ലോ, ആ ഏരിയയിൽ മാത്രമാണ് ബോൺസായി ഒക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെയുള്ള ഏരിയയിൽ മാത്രമാണ് ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് ഇതുള്ളൂ. ബാക്കിയെല്ലാം ഇങ്ങനെ പോളികാർബൺ ഷീറ്റൊക്കെ ഇട്ട് പോളി ഹൗസായിട്ട് തന്നെ സെറ്റ് ചെയ്തേക്കുവാണ്. ഇപ്പോൾ ഇത് കണ്ടോ, എയർ പ്ലാന്റുകളൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ നമുക്ക് കിട്ടുന്നതല്ലേ, നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള. ഇവിടെയൊക്കെ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എയർ പ്ലാന്റുകളുടെയൊക്കെ ഒറിജിൻ അവിടെ നിന്ന് തന്നെയാണ്, തായ്ലൻഡ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒത്തിരി പ്ലാന്റുകൾ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്ത് നമ്മൾ അതനുസരിച്ച് സെയിലും ചെയ്യാറുണ്ടല്ലോ. നല്ല ഭംഗിയിൽ തന്നെയാണ് കേട്ടോ അറേഞ്ച് ചെയ്തത്. അതേമാതിരി തന്നെ ഈ ചൂട് കൂടുന്നതനുസരിച്ച് മിസ്റ്റിംഗ് ആണ് അവിടെ നനയ്ക്കുന്നത്. ഇത്രയും ചെടികളൊക്കെ നനയ്ക്കണം, അതായത് പ്രാക്ടിക്കൽ അല്ലല്ലോ കൈ കൊണ്ട് നനയ്ക്കുക എന്നുള്ളത്. അപ്പോൾ എല്ലാத்தைയും കൂടെ മിസ്റ്റിങ്ങും അങ്ങനെയുള്ള നനയ്ക്കാനുള്ള സിസ്റ്റമൊക്കെയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ ഒരു നല്ലൊരു കൂളിംഗ് ഇതാണ് എഫക്റ്റാണ് വരുന്നത്. പിന്നെ കൂടുതലും ഇങ്ങനെയൊക്കെയുള്ള ഫാൻ
വെറൈറ്റി ഫേണാണ് കൂടുതൽ ഇങ്ങനെയൊക്കെ തണുപ്പിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അത്രയും ഇങ്ങനെ കൂട്ടമായിട്ട് ഹാങ് ചെയ്തിട്ടേക്കണേ. ക്രിപ്റ്റാന്തസ് ഒക്കെ നല്ല ബോൾ ഷേപ്പിലൊക്കെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. നല്ല ഭംഗിയാണ് അതൊക്കെ കാണാനായിട്ട്. കാര്യം ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഈ ഒരു നഴ്സറിയിൽ വരുമ്പോൾ ചെടികൾ ഇഷ്ടമുള്ളവർക്കായിരിക്കും കേട്ടോ ഇതൊരു ഇതായിട്ട് തോന്നുള്ളൂ, ഒരു അത്ഭുതമായിട്ട് തോന്നുള്ളൂ. അല്ലാത്തവർക്ക് അതൊന്നും ഒരു ഇതല്ല, ഇത്രയും നേരം കാണാനുള്ളതൊന്നും ഉണ്ടാവില്ല. ഇപ്പം ഞങ്ങൾ പറഞ്ഞു 4 മണിക്കൂർ 5 മണിക്കൂർ 6 മണിക്കൂറൊക്കെ ആയെന്ന് പറയുമ്പോഴും ചെടികൾ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് എന്തെന്നാ ഇത് കാണാനുള്ള അങ്ങനെ ഒരു ചിന്തയായിരിക്കും. ഇത് കാണുന്നത് തന്നെയല്ലേ കണ്ടുകൊണ്ടിരിക്കണേ എന്നുള്ളൊരു ചിന്തയായിരിക്കും. പക്ഷെ നമുക്ക് ചെടികൾ ഇഷ്ടമുള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയ്ക്കധികം ഇത് ഇങ്ങനെ പറയണതും ഇങ്ങനെയൊക്കെ ഇത്രയും കൂടുതൽ വീഡിയോകളൊക്കെ എടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ പിള്ളേരൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ 2 ഷോകളുണ്ടെന്ന് പറഞ്ഞല്ലോ. ഒരു കൾച്ചറൽ ഷോ ഉണ്ട്, പിന്നെ വേണമെങ്കിൽ ഒരു എലഫന്റ് ഷോ ഉണ്ട്. സിറ്റിസണ് റേറ്റ് കുറവാണെന്ന് തോന്നുന്നു അല്ലേ? അതെ റേറ്റ് കുറവാണ്. തായ് സിറ്റിസണ് കയറാൻ, തായ് സിറ്റിസണും അല്ലെങ്കിൽ അവിടെ നമുക്ക് അവിടുത്തെ സിറ്റിസൺഷിപ്പോ അല്ലെങ്കിൽ നമുക്കൊരു PR ഒക്കെ ഇന്ത്യയിൽ നിന്ന് പോയിട്ട് അവിടെ ജോലി ചെയ്യുന്നവർക്ക് ഉണ്ട് എങ്കിലും അവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് കാണിച്ചു കഴിഞ്ഞാൽ, അതായത് താഴെ ഡ്രൈവിംഗ് ലൈസൻസ് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100 ബാത്താണ് എൻട്രൻസിനുള്ളൂ. നമ്മുടെ ഒരു 6 ഇരട്ടി 7 ഇരട്ടിയാണ് നമ്മുടെ മേടിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഡ്രൈവേഴ്സ് ആദ്യം തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എടുത്തിട്ടില്ലെങ്കിൽ അവർ എടുത്ത് തരും. അപ്പോൾ ഒരു കമ്മീഷൻ അവർക്ക് കൊടുത്താൽ മതി. നമുക്ക് ഒത്തിരി റേറ്റ് കുറഞ്ഞിട്ട് അങ്ങനെയും ടിക്കറ്റ് കിട്ടും കേട്ടോ. എയർ പ്ലാന്റുകളൊക്കെ ഈ ക്രിപ്റ്റാന്തസ് ഒക്കെ നല്ല ലവ് ഷേപ്പിലൊക്കെ ഹാങ് ചെയ്തിട്ടേക്കണുണ്ട്. നല്ല ഭംഗിയാണ് അവിടെയൊക്കെ കാണാനായിട്ട് കേട്ടോ. എന്തായാലും ഇത് എന്തോരം കണ്ടാലും നമുക്ക് മതിയാവില്ല കേട്ടോ. കുറേയൊക്കെ നമ്മൾ കണ്ട് പിന്നെ ക്ഷീണിച്ച് നിർത്തുക ചെയ്തതിന് ശേഷം പിന്നെയും ഒത്തിരി കാണാനുണ്ട്. ഒത്തിരി പിന്നെയും അപ്പുറത്തേക്കൊക്കെ ഒത്തിരി കാണാനുണ്ട്. പക്ഷെ നമ്മൾ മതിയാക്കി ഇനി മതി എന്നുള്ള രീതിയിൽ നിർത്തുക ചെയ്തത്. ഇത് കണ്ടോ ഈ എയർ പ്ലാന്റുകളൊക്കെ ഹാങ് ചെയ്ത് അതനുസരിച്ച് എയർ പ്ലാന്റുകൾക്ക് അറിയാലോ ഓരോ ഭാഗത്തുനിന്ന് കരിഞ്ഞൊക്കെ തുടങ്ങുമെന്ന് അറിയാലോ. അതൊക്കെ അനുസരിച്ച് അതൊക്കെ ക്ലിയർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഹാങ് ചെയ്തിട്ടേക്കുന്നത്. ഇതൊക്കെ നല്ല ഹൈറ്റിൽ നിന്നാണ് ഹാങ് ചെയ്തിട്ടേക്കുന്നത്. അത് ആ പോളി ഹൗസ് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അത്രയും ഹൈറ്റിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു ഓവർബ്രിഡ്ജിൽ കൂടെയാണ് നടക്കുന്നത്. നമ്മളൊരു 15 അടി 20 അടി ഹൈറ്റിലുള്ള ഓവർബ്രിഡ്ജിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. താഴേക്ക് നോക്കിയാൽ കണ്ടാവല്ലോ ഒരു 2 നില കെട്ടിടത്തിൻ്റെ ഹൈറ്റ് താഴേക്ക് ഉണ്ട് ഇതിനകത്ത്. നല്ല അതനുസരിച്ച് തന്നെ നല്ല അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒത്തിരി സ്കൂൾ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അവർക്ക് ഇങ്ങനെ 50% അതിൽ നിന്നും പിന്നെയും ഡിസ്കൗണ്ട് ഉണ്ടാവും. അല്ലെങ്കിൽ ഇത്രയും പിള്ളേരെയും കൊണ്ട് വരാൻ സാധ്യതയില്ലല്ലോ. ഇതൊക്കെയാണ് നമ്മുടെ നൂനൂക്ക് വില്ലേജ് ഗാർഡനിലെ വിശേഷങ്ങൾ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് ചെടികൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇത് ചെടികൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരണം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഒരു ടൂർ ഓപ്പറേറ്റേഴ്സിൻ്റെ സഹായം ഇല്ലാതെ തന്നെയാണ് ഇവിടെ വന്നത്. തന്നെ സെർച്ച് ചെയ്ത് അങ്ങനെ കണ്ടുപിടിച്ച് അങ്ങനെ തന്നെയാണ് വന്നത്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തന്നെ വരാം. ഒത്തിരി പൈസ ചിലവില്ലാതെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തായ്ലൻഡൊക്കെ വിസിറ്റ് ചെയ്യാം. നമുക്ക് പറ്റാവുന്ന സഹായം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റൂലേ ഇവർക്ക്? എന്തെങ്കിലും സംശയങ്ങളോ അങ്ങനെ എന്തെങ്കിലും എന്താ പറയുക എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഉള്ള ഒരു സംശയങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഞങ്ങൾ വിളിക്കുക കേട്ടോ. ഫോൺ നമ്പർ താഴെ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള സംശയങ്ങളും പിന്നെ ചിലവായ ക്യാഷിൻ്റെ അതിൻ്റെ കാര്യങ്ങളും ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യങ്ങളും അതൊക്കെ അറിയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സഹായിക്കാം അല്ലേ? ഓക്കെ നമ്മൾ തായ്ലൻഡ് പാക്കേജിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽസ്, അതായത് നമുക്ക് എത്ര രൂപ ചിലവായി, ഞങ്ങൾ എങ്ങനെയൊക്കെയാണ് പോയത്, എങ്ങനെയൊക്കെയായിരുന്നു ട്രാൻസ്പോർട്ടേഷൻ, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേറൊരു പുതിയ വീഡിയോ ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. താങ്ക് യു.